പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ എന്താ ചേച്ചി മറുപടി പറയാ? നല്ലവണ്ണം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ചേട്ടനും എനിക്കൊക്കെ കൊള്ളാവും തോന്നി. ഇങ്ങനെ ഒരു തോന്നല് തന്നെ ഇതുവരെ മനസ്സിലുണ്ടായിട്ടില്ല. ഇനി തോന്നാലോ, അതിനുള്ള പ്രായമൊക്കെ ആയിരിക്കുന്നു വരുന്നതിക്ക്. വേണ്ട ചേച്ചി, ഉടനെ ഒരു കല്യാണം ശരിയാവില്ലത്. എപ്പോഴായാലും വേണം. നാടും വീടും വിട്ട് അന്യ നാട്ടിൽ വന്ന് ഒറ്റയ്ക്ക് കഴിയുമ്പോൾ കൂട്ടിനൊരു ആൺതുണ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതല്ലായിരുന്നത് ഏറ്റവും വലിയ ഭാഗ്യം. എല്ലാം കൊണ്ടും വിഷ്ണു കുട്ടിക്ക് ചേരുകയും ചെയ്യും. വീട്ടിലെ ഇപ്പോഴത്തെ പരിതസ്ഥിതി ആലോചിക്കുമ്പോ എന്റെ ശമ്പളം കൂടി അയക്കുന്നതുകൊണ്ട് അവിടെ പണത്തിന് കുറച്ച് ഞെരുക്കം കാണും. ആദ്യം കവിഞ്ഞൊന്നുമില്ലല്ലോ. അച്ഛൻ മരിക്കുമ്പോ കുറെ കടം ഉണ്ടായിരുന്നു പല വകയിലായിട്ട്. അതിനിയും ബാക്കി കിടപ്പുണ്ട്. അതിനിടയില് പ്രാരാബ്ദം ഒഴിഞ്ഞിട്ട് ഇതിനൊന്നും നേരം ഉണ്ടാവില്ല കുട്ടിയെ. ഇതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കണം. അമ്മയും കുട്ടിയമ്മയൊക്കെ ഉള്ളപ്പോ അവരല്ലേ തീരുമാനിക്കേണ്ടത്. അവരുടെ തീരുമാനമൊക്കെ നമുക്ക് പിന്നെ അറിയാം. കുട്ടിക്ക് ഇഷ്ടമാണോ ഇല്ലയെന്ന് പറ. അത് ചേച്ചി പറ കുട്ടിയെ. ആ ഭാഗത്ത് നിന്ന് ഇഷ്ടമാണോന്ന് അറിയാണ്ട് ഈ ഭാഗത്തുനിന്ന് ഇഷ്ടമാണോന്ന് അറിഞ്ഞാ മതി. എന്താ പച്ചക്കൊടി എവിടെ? ക്ലീൻ ഗ്രീൻ സിഗ്നൽ. കാര്യം പറ. എടാ, നിന്റെ വളഞ്ഞ വഴിയൊന്നും വേണമെന്നില്ല ആഗ്രഹങ്ങൾ സാധിക്കാൻ. നേരായ വഴി കൂടെ പോയാലും ഗ്രീൻ സിഗ്നൽ. എനിക്ക് നോവണ്ട. ലവ് മാരേജ് ഉണ്ട്, അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്. ദിസ് ഈസ് ആൻ അറേഞ്ച്ഡ് ലവ് മാരേജ് മൈ ഡിയർ രാജേന്ദ്രൻ. മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി, ഒരേ ജാതി, ഒരേ നാട്, ബോംബെയിൽ സ്ഥിരമായിട്ടുള്ള ജോലി, സുന്ദരി, സുശീല, ശാലീന. കഥയിലെ അമ്മണിക്കുട്ടി നന്ദിനെ പോലെ. യെസ്, മൈ ലൈഫ് ഈസ് സെക്യൂർ മേരാ ദോസ്ത്, സംജാ? അതിന് എന്നെ ഇങ്ങനെ ഇട്ടിട്ട് പദം വരുത്തുന്ന എന്തിന്? എന്റെ സന്തോഷം ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റൂ. ഇന്നത്തെ ചില എന്റെ വക. आंखें किसी से ना उलट जाए मैं डरता हूँ, यारों हसीनों की गली से मैं गुजरता हूँ, दिल टूट जाए तो क्या हो अनजान, मैं तेरी मोहब्बत में पागल हो जाऊंगा, तुझे कैसा लगता है? തിരുവോണായിട്ട് നമ്മുടെ ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് പാട്. അത് ശരിയാ. ഓണത്തുമ്പി വന്നാട്ടെ, ഓമനത്തുമ്പി വന്നാട്ടെ, ഒരു നല്ല കഥ പറയാൻ വന്നിരുന്നാട്ടെ, യഹാ മഹാ വന്നിരുന്നാട്ടെ. ഇപ്പൊക്കെ എന്തോ ഓണം, പണ്ടായിരുന്നില്ലേ ഓണം. ഇതൊക്കെ കാണുമ്പോ നാട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വരിക. അറക്കിലെ നാരായണനും ഓടിയമ്പറമ്പിലെ വേലായുധം കുട്ടി നായരും കൂടി ഉച്ചയ്ക്ക് ഊട് കഴിഞ്ഞൊരു ഇറങ്ങലുണ്ട്. പിന്നെ ഒരു ജഗമൊക്കെയാ. ഞങ്ങൾ ഒന്നോണത്തിന് അന്ന് പുറത്തിറങ്ങില്ല. രണ്ടോണത്തിന്റെ അന്ന് കൂട്ടുകാരും മൊത്തം തൃശ്ശൂർക്ക് സിനിമ കാണാൻ ഒരു ഇറക്കമുണ്ട്. എന്നിട്ട് നേരെ ചെന്ന് ബസ്സിൽ കയറും. എല്ലാവരും കൂടി ബസ് പാടത്തേക്ക് മറിക്കും. പിന്നെ 7 ആള് മരിക്കും. ഒന്നില്ലെങ്കിൽ വെടിക്കെട്ടിന് തീ പിടിച്ച കഥ, അല്ലെങ്കിൽ ബസ് മറിച്ച കഥ. തിരുവോണായിട്ട് നല്ല എന്തെങ്കിലും പറഞ്ഞു വിടറോ. इधर रहना, फिक्र मत करो, ये अपना आदमी है, खाने को मैं बुलाता हूँ, समझे? എവിടെ എത്തി രാമേട്ടാ? ഞാൻ കുറച്ച് ലേറ്റ് ആയോ? നീ അങ്ങനെ പതുങ്ങി ഓടാൻ നോക്കണ്ട, ഞാൻ കാണുന്നുണ്ട്. ഓണത്തിന്റെ ഇടയ്ക്ക് ഏതായാലും ഞാൻ പുട്ടച്ചോടം ചെയ്യില്ല. അത് ഓണം കഴിഞ്ഞിട്ട്. അല്ല, നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? അസഭ്യം പറയാതിരിക്കണോ? താൻ കൊമ്പത്ത് കയറിക്കാണ്ട് താഴത്തിറങ്ങി എന്തെങ്കിലും ചെയ്തേ. അല്ല, ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരുന്നാലേ സമയത്തിന് സദ്യ കൊണ്ടല്ലോ ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ ഇതായിരിക്കും, അതല്ലേ അങ്ങോട്ട് നോക്കിയിരിക്കും. പിന്നെ അടുത്ത് തന്നെ നമുക്കൊരു സദ്യയും കൂടി ഉണ്ട വരും. എന്താ തിരുവൽപ്പാടിന് അടിയന്തരം പറ്റുണ്ടോ? അടിയന്തരം അല്ല, ഇത് ഇങ്ങനെ. അത് ശരി, നിക്കാതെ. കണക്കൂട്ടലുകളൊക്കെ എവിടം വരെയായി? കല്യാണത്തിന് കാശ് കുറെ ചെലവാൻ സുധാര. അതിന്റെ ഒരു വെപ്രാളത്തിലാ ഞാൻ. അങ്ങോട്ട് കൊടുക്കാന്നല്ലാതെ അച്ഛൻ്റെ കാലാണ് പ്രതീക്ഷിക്കേണ്ടത്. മടങ്ങി വന്ന വീടിന് പകുതി കൊടുക്കാനുള്ള 5000 രൂപ വേറെയും കരുതണം. ഇവിടെ ഇപ്പൊ 5000-ന് ഒരു വീടോ ഫ്ലാറ്റോ ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ലെക്കായിട്ട് കരുതിയാൽ മതി. തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ രൂപയുടെ കണക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടല്ല. കുറച്ച് അവധി കൂടി തരണോട്ട് സുധാര. പുതിയ വീട്ടിലേക്ക് താമസം തുടങ്ങുമ്പോൾ അത്യാവശ്യം വേണ്ട ഫർണിച്ചറൊക്കെ വാങ്ങണ്ടേ? അതിനും ചിലവാകും കുറെ. തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നാ മതി. പിന്നെ പുതിയ വീടൊക്കെ താമസിക്കുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഭാര്യയും മോനെയും കൂട്ടി ഒന്നങ്ങോട്ട് വരും. ഒരാഴ്ച താമസിക്കാം. ഒന്നിങ്ങോട്ട് വന്നേ, എന്താ കാര്യം? കാര്യമുണ്ട്. എന്താ? കടം വാങ്ങിച്ചിട്ട് കൊടുക്കാനുള്ളൊരു വല്ലവരും പുറത്ത് നിൽപ്പുണ്ടാവും. എന്താ? ഞാൻ വിളിച്ചു, അവൾ ഇറങ്ങി വന്നു. സീട്ട് അറിയുമ്പോ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. നീ എന്താ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ? എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ. ബേച്ചാര ഡർത്താ ഹെ. പെണ്ണിന്റെ മനസ്സാ, എപ്പോഴാ മാറണമെന്ന് പറയാൻ പറ്റില്ല.
അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ട ഒക്കെ വെറുതെ ആവും. ഈശ്വര, നീ തീ കൊണ്ട് കളിക്കുന്നത്. പേടിക്കാതെ, നിനക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. ഭാവിയിൽ പ്രയോജനം ഉണ്ടാവുകയും ചെയ്യും. ആരുടെങ്കിലും കണ്ണിപ്പെടുന്നതിന് മുമ്പ് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. എങ്ങോട്ട് അതിനി തീരുമാനിക്കണം. എനിക്ക് അർജന്റായിട്ട് കുറച്ച് കാശ് വേണം. നിനക്ക് തരാവുന്ന നിന്റെ കല്യാണമൊക്കെ മംഗളമായിട്ട് നടക്കും. വിഷു ഹാപ്പി മാരീഡ് ലൈഫ്. നിനക്ക് തരാനുള്ള ഒക്കെ ഞാൻ തിരിച്ചു തരാം. കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞോട്ടാ. കരിമ്പാട് പറഞ്ഞേക്ക്, ഞാൻ മുങ്ങിയിട്ടൊന്നും ഇല്ലാതെ. ചലോ ദുർഗ. എന്താണ് സാർ? സാബ്, വിഷ്ണു ആ ഗയാ. യെസ് സാർ. വിഷ്ണു ഉള്ള കൂപ്പിടാർ. എന്താ സാർ പ്രശ്നം? തെരിയില്ലപ്പാ, ഇത് ഞാൻ കയ്യിലല്ല. सर, राजेंद्रन कहाँ है? कहाँ है वो साला? मुझे नहीं मालूम सर। इंस्पेक्टर साहब, ये झूठ बोल रहा है। ये उस कमीने के बारे में सब कुछ जानता है। ये दोनों आपस में दोस्त हैं और एक ही कमरे में रहते हैं। इसको बताए बगैर वो साला कहीं नहीं जाएगा। क्या नाम है तुम्हारा? विष्णु। सच सच बताओ। वेयर इज ही? आई डोंट नो सर। मुझे सच बुलवाना आता है। चलो पुलिस स्टेशन। ആട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ. നീ ചെല്ലനോടത്ത് മുഴുവനും പുലിവാലാണല്ലോ. നിന്റെ നക്ഷത്രം എന്താ? ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്ന രാമേട്ടൻ പറയുന്നത്? അല്ല, എത്ര കിട്ടി? എന്ത് പെട പെട. അവരെന്നൊന്നും ചെയ്തില്ല. അതെനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റണില്ല. അവരെന്നെ തല്ലിയില്ലെന്നേ. 3 മണിക്കൂർ തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തു. രാജേന്ദ്രൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാവുന്ന പോലീസിന്റെ വിചാരം. ആ സേട്ടുവിന്റെ ആൾക്കാരുടെയും തല്ലുകൊണ്ട് ചാവാനാണ് രാജേന്ദ്രന്റെ വിധി. അവന് വക്കാലത്ത് പിടിക്കാൻ പോയി നീ നിന്റെ തടി കടാക്കണ്ട. ഇപ്പൊ ആകെ ബുദ്ധിമുട്ടിലായത് ഞാനാ. കല്യാണമായിട്ട് ഇതിനിടെ എങ്ങനെ ലീവ് ചോദിക്കുന്നത്? വീട്ടിലേക്കാണെങ്കിൽ കത്ത് എഴുതി വരുന്നു. ആ പേരും പറഞ്ഞ് സേട്ടു നിന്നെ പിരിച്ചുവിടാഞ്ഞത് ഭാഗ്യാണെന്ന് കരുതിയാ മതി. ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് രാമേട്ട? ചോദിക്ക്. ഈ ചോദ്യം നീ എന്താ ഇതുവരെ ചോദിക്കാത്തെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഉള്ള കുരുത്തക്കടികളൊന്നും ഒപ്പിച്ച് ഞാനിപ്പോ എന്താ ചെയ്യേണ്ട രാമേട്ട? ദേ, ഉപദേശങ്ങൾ തരാൻ എന്നെക്കാളും മിടുക്കി ഇവളാണെന്ന് അറിയാലോ തനിക്ക്. ചോദിക്ക്, എല്ലാ കുരുട്ട് വിദ്യകളും പറഞ്ഞുതരും. नहीं 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 नहीं, मैं कुछ भी नहीं सुनना चाहता। सर, माय मैरिज। कुछ भी हो, मैं तुम्हें छुट्टी नहीं दे सकता। सर प्लीज। मैंने तुम सबको हर तरह की आजादी दी, लेकिन तुम्हारे उस कमीने दोस्त ने आजादी का नाजायज फायदा उठाया, और ये तुम अच्छी तरह जानते भी हो। इसमें मेरा कोई दोष नहीं है सर। देखो, तुम्हें नौकरी चाहिए या छुट्टी? अगर तुम जाना ही चाहते हो तो हमेशा के लिए चले जाओ। गेट आउट। ക്യാഷ് ലീവ് എടുക്കാൻ ആരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ. എന്നാ വിഷ്ണു, എന്നാച്ചേ? സാർ, ഞാൻ 1 മാസം എൻഡ് ലീവ് ചോദിച്ചു. അങ്ങനെ തല പോയാൽ തരില്ല. സരി, ഇപ്പൊ എന്നാ പണ പോറ? കല്യാണം മാറ്റി വെക്കാൻ പറ്റുമൊന്നുമില്ലോ. സാർ, എനിക്ക് 15 ദിവസത്തെ ക്യാഷ് ലീവ് ബാക്കിയുണ്ട്. സാർ അത് എങ്ങനെയെങ്കിലും സാങ്ഷൻ ചെയ്ത് തരണം. സാബോட கோபம் தெரிஞ்சதுல உன் தோஸ்த பார்த்தா கொஞ்சம் ஜாக்கிரதையா இருந்து சொல்லு. എത്ര ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു? 1 മാസം. വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. കല്യാണത്തിനൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എവിടെ നടക്കാൻ? ജോലിയുടെ ഓട്ടപ്പാച്ചിലിന്റെ ഇടയില് നാട്ടിൽ പോയി മക്കളെ കാണാൻ കൂടി നേരം കിട്ടണില്ല. പുറപ്പെടാൻ തയ്യാറായോ? ബെഡ് ഇപ്പൊ വെക്കേറ്റ് ചെയ്യുന്നുണ്ടോ അതോ? ഇല്ല, ഞാൻ നേരെ ഇങ്ങോട്ട് വരും. ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാം. അതല്ലേ സൗകര്യം. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ കുട്ടിക്കുണ്ടാവും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. നീ ടിക്കറ്റ് ഒക്കെ എവിടെ വെച്ചിരിക്കണേ? പോക്കറ്റിലുണ്ട്. വിഷ്ണു, തീയതി നിശ്ചയിച്ചാൽ ഉടൻ ഇങ്ങോട്ട് എഴുതണം. ഞങ്ങൾ ആരും ലീവ് എടുത്ത് ഇത്രയും ദൂരം അങ്ങോട്ട് വരലുണ്ടാവില്ല. എന്നാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാലോ. ഇവന്റെ ഈ ആവേശവും സന്തോഷവും ഒക്കെ കൂടി കാണുമ്പോ വേണ്ടാന്ന് വെച്ച് കഷ്ടായെന്ന് ഇപ്പൊ ഒരു തോന്നല്. അതെന്താ? ആയ കാലത്ത് രാമൻകുട്ടി എപ്പോഴും ഉപദേശിക്കായിരുന്നു, തിരുവുപ്പാടെ എവിടുന്നെങ്കിലും പെണ്ണിനെ തപ്പെടുക്കാൻ നോക്കുന്നു. അന്നത് കേട്ടില്ല. അല്ല, നേരം തെറ്റിച്ച് ബേജാറായിട്ട് ഓടിക്കാച്ചു വരിക. പണ്ടിന്റെ സമയമായോ? അല്ല, എവിടെ നമ്മളെ വാരസ്യാരുട്ടി? ആരെന്തത് ഇന്നലെ തന്നെ കരിമ്പായി വീടിന്റെ കാര്യം? ഞാൻ പറഞ്ഞ വീട് ശരിയാണ്, എല്ലാ ലക്ഷണവും ഉണ്ട്. അവിടെ നീ ധൈര്യമായിട്ട് പോയിക്കോ. പിന്നെ കെട്ടുവാളും കൂടി തിരിച്ചു വരുമ്പോ എന്നെ കണ്ടോളുന്നില്ല. ഞാൻ ഈ അൽശേഷന്മാരും കൂട്ടി 90-100 പിരിപ്പിക്കാൻ നടക്കല്ലേ. താക്കോല രാമേട്ടൻ ഏൽപ്പിച്ചേക്കാം. പോരെ? വിഷ്ണു, എന്താ സോര? ചെറിയൊരു സമ്മാനമാണ്. നമ്മൾ തമ്മിൽ എന്താ? ഇത് എന്റെ മാത്രം വകയല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ. കൊടുക്ക്, വാങ്ങിച്ചോളൂ വിഷ്ണു. ഞങ്ങളുടെ ഒരു സന്തോഷല്ലേ. മേടിച്ചോ മേടിച്ചോ. എന്താ അവിടെ നിക്ക്. ഓടല്ലേ? വരണ വഴിയാ? വിഷ്ണുവേട്ടൻ, അമ്മേ, വിഷ്ണുവേട്ടൻ വന്നു.
ഞാൻ പറഞ്ഞു മാക്സി എവിടെ വീടടി കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ ഈ പെണ്ണ് വളർന്ന ഒരുമാതിരി എരുമയെ പോലെ ആയല്ലോ. ഈ കണക്കിന് എന്റെ കല്യാണത്തിന് മുമ്പ് ഇവിടെ കെട്ടിച്ചേക്കേണ്ടി വരും. അതും ആലോചിക്കേണ്ട സമയമായിരിക്കണം. അച്ഛനോടമ്മേ വക്കീലിനെ കാണാൻ പോയിരിക്കുക. നീ അയക്കണ കാശ് മുഴുവൻ വക്കീലും കോടതിയായിട്ട് പോവാ. പിന്നെ പശുവിന്റെ കറവുള്ളതുകൊണ്ട് ദാരിദ്ര്യം ഇല്ലാന്നേ ഉള്ളൂ. ആ വന്ന കാലം നിൽക്കാതെ ഉടുപ്പ് മാറാൻ നോക്ക്. വാ. നിന്നോട് ആരാ പറഞ്ഞത് എടുത്ത് നോക്കാൻ? ഇതാണെന്നെ ആള്. എങ്ങനെയുണ്ട്? വിചാരിച്ചത്ര മോശമായിട്ടില്ല. അയ്യാ 3 സെന്റ് മൊട്ടപ്പറമ്പിന്റെ കാര്യത്തിന് വേണ്ടി എന്തിനാ രാഘവാര്യ ഇങ്ങനെ കേസ് നടത്തണമെന്ന് ചോദിക്കും ചിലര്. ന്യായം ആരുടെ പക്ഷത്താ? എന്റെ പക്ഷത്താ. ആണായി പിറന്നാൽ ആണായി മരിക്കും. വിഷ്ണു വന്നിട്ടുണ്ട്. ആ ഇങ്ങോട്ട് പോന്നിരിക്കണമെന്ന് കുഞ്ഞുനായർ വഴിയിൽ വെച്ച് പറഞ്ഞു. എത്ര ആഴ്ച തെളിവുണ്ടോ എനിക്ക്? 2 ആഴ്ചത്തെ. 2 ആഴ്ച തെളിവുണ്ടാ കല്യാണം കഴിക്കാൻ വന്നിരിക്കണേ? ലീവ് കിട്ടിയില്ല. അതിലിപ്പോ 2 ദിവസം വണ്ടി തന്നെ കഴിഞ്ഞില്ലേ? ഇനി മടങ്ങിപ്പോനും വേണം 2 ദിവസം. ഈ 10 ദിവസം കൊണ്ട് ഇത് എങ്ങനെ നടത്തി കൂട്ടാനാ? വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും. അമ്മേ ദേ ചേട്ടത്തിയുടെ ഫോട്ടോ. നല്ല ഐശ്വര്യമുള്ള കുട്ടി. ഇത് കണ്ടോ? ജാതകം ഉത്തമത്തിൽ ചേർന്ന സ്ഥിതിക്ക് ഇനി ഫോട്ടോയ്ക്ക് എന്താ പ്രാധാന്യം? ഇനിയിപ്പോ നിങ്ങൾ എല്ലാരും കൂടെ എങ്ങനെ തീരുമാനിക്കുന്നു വെച്ചാൽ അത് പ്രകാരം നടത്താം. കുട്ടിയെ വിഷ്ണു നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലോ. ഇതാണ് വിഷ്ണുവിന്റെ അച്ഛൻ. മോൾക്കിപ്പോ അവിടെ എന്ത് കിട്ടും? ശമ്പളം? അല്ല അച്ഛന് മടക്കത്തിൽ വക്കീൽ ഹൂസിനെ കാണണ്ടേ? ആ കാണാം. എന്നാ പിന്നെ വൈകിക്കണം, മുഹൂർത്തം നോക്കാം. ഓ ഇയാളെ തന്നെ കല്യാണം കഴിക്കാമെന്ന് ചേച്ചി നിശ്ചയിച്ചോ? എന്തേ? ഒരു ബ്രദർ എന്ന നിലയ്ക്ക് സ്വന്തം സഹോദരിയുടെ ഭാവി ജീവിതത്തിൽ എനിക്ക് അല്പം ഉത്കണ്ഠയുണ്ട്. എന്താടാ? എനിക്ക് ആ പാർട്ടി യാത്ര പിടിച്ചില്ല. ഒരു ഹീറോ ലുക്കില്ല. നിനക്ക് പിടിക്കണ്ട, എനിക്ക് പിടിച്ചിട്ടുണ്ട്. അത് മതി. ചേച്ചി ഒരു പുനഃപരിശോധന നടത്തുന്നതാ നല്ലത്. ഒന്ന് പോടാ. എനിക്കിഷ്ടായി ചേച്ചി. കണ്ടാൽ തന്നെ അറിയാം ചേച്ചിക്ക് നന്നായി ചേരും. അങ്ങനെ പറയാൻ വരട്ടെ. സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷമേ ഒരു നിഗമനത്തിലെത്താൻ പറ്റൂ. ഓ എടാ, കുറച്ചു നേരത്തേക്ക് നിന്റെ വായ നടച്ചു വെക്കേ. അപ്പുറത്തുള്ളവർ കേക്കണ്ട. 2 ജാതകങ്ങളും പരസ്പരം ഗണിച്ചു നോക്കിയപ്പോ എല്ലാം ശുഭമായിട്ടാ കാണുന്നത്. വീട് വെക്കാനും സൽസന്താനങ്ങൾ ജനിക്കാനും ഒക്കെ യോഗമുണ്ട്. 18-ാം തീയതി രാവിലെ മുഹൂർത്തമുള്ളൂ. എന്ന് 18-ാം തീയതി ഇന്ന് ബുധനാഴ്ചയായിട്ട് വരും. കുഴപ്പമില്ല. കേസ് 20-ാം തീയതിക്കാ വെച്ചിരിക്കുന്നേ. അല്ല 18-ാം തീയതിയാണ് ഞങ്ങൾ ബോംബെക്ക് പോകാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. അതിനെന്താ പൊക്കോളൂ. വൈകുന്നേരം 5 മണിക്കല്ലേ വണ്ടി. ഉച്ചയോടും കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ മതി. അത് വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ യാത്ര പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയല്ലോ പണിക്കരെ. നമുക്ക് അതിന് മുമ്പ് മുഹൂർത്തമൊന്നുമില്ല. അല്ല പണിക്കര് കണക്കൂട്ടിയിൽ തെറ്റൊന്നും വന്നിട്ടില്ലല്ലോ. ഇവന് കമ്പ്യൂട്ടർ ജോലിച്ചതിന് മാത്രമേ വിശ്വാസമുള്ളൂ. അതുകൊണ്ട സസൂക്ഷ്മൻ ചിന്തിച്ചാൽ അങ്ങനെ വരട്ടെ. ഒരു മുഹൂർത്തമുണ്ട്. എന്നാ പണിക്കരെ? ഇപ്പൊ മണി എത്രയായി? 11:30. കൃത്യം 11:28. ഇലക്ട്രോണിക് വാച്ചാ. ഇന്ന് 11:30 ഒരു മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ 18-ാം തീയതി ഉള്ളൂ. എന്നാ പിന്നെ ഇന്ന് തന്നെ നടത്താല്ലേ? 2 മിനിറ്റ് സമയമില്ലേ? കാര്യത്തിന്റെ കുട്ടൻസ് ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ പോവാച്ചാൽ വിരുന്നുപോക്ക് നടക്കില്ല. അതാവും വിഷ്ണു പറയണത്. ബന്ധു വീട്ടിലൊക്കെ ഒന്ന് വിരുന്നിന് പോവാതെ മടങ്ങുന്നത് മര്യാദയാണോ? ഞാൻ അറിയാതെ ഏത് ബന്ധുക്കളാണോ നിനക്ക്? സകല തന്നെ പ്രതികരണത്തല്ലേ ഞാൻ കേസ് നടത്തണത്. വേറെ നിവൃത്തി മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ നിശ്ചയിക്കാം. അതാ അപ്പോ 18-ാം തീയതി ബുധനാഴ്ച. ഇങ്ങോട്ട് വെച്ചേക്കാം. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. കുറച്ച് നാളികേരം കൂടി ചാക്കി പൊതിഞ്ഞിട്ട് എടുക്കായിരുന്നു. ഈ ഉള്ളത് തന്നെ എങ്ങനെ കൊണ്ടുവന്ന് വിചാരിച്ച മനുഷ്യരോട് പ്രാന്ത് പിടിച്ചിരിക്കുക. അതിനിടയ്ക്ക് നാളികേരം കൂടി കെട്ടിയെടുക്കാൻ പോകണം. അവിടെ ചെന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. വീടും കുടിയായിട്ട് പാർപ്പ് തുടങ്ങി കഴിയുമ്പോഴേ അറിയാം അതിന്റെ ദുരിതം. അടുത്ത കൊല്ലാകുമ്പോഴേക്കും നിന്റെ ദുരിതം ഒന്നും കൂടെ കൂടാൻ പോണേ ഉള്ളൂ. ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് വിനോദയാത്രയായിട്ട്. നിങ്ങളെ വെറുതെ ഒന്ന് കാണാൻ. ഫസ്റ്റ് നൈറ്റ് ട്രെയിനിലാണല്ലേ? കമ്പാർട്ട്മെന്റിലുള്ളൊരു സഹകരിച്ചാൽ മതി. വലിയ പ്രശ്നമൊന്നുമില്ല. എന്തേ ഉറക്കം വരുന്നുണ്ടോ? പുറത്ത് നല്ല നിലാവ്, നല്ല
തണുത്ത കാറ്റ്. ജനലടയ്ക്കണോ? അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താ? നമ്മൾ അവിടെ ചെന്ന് താമസം തുടങ്ങിയ മിൽക്ക് ബൂത്തിൽ പാൽ ഏൽപ്പിക്കണ്ടേ? വേറൊന്നും നീ മറന്നിട്ടില്ല അല്ലേ?